സാരല്ല, ടൈം ഇത്രയും ആയെങ്കിലും ഒരു നല്ല ഗുഡ് മോർണിംഗ് തിരിച്ചു തരാമോ? ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, നിങ്ങളുടെ ഇഷ്ടമുള്ളത് തിരിച്ചു പറഞ്ഞാൽ മതി. അതാണ് ഞാൻ സമയം നോക്കിയത്. ഗുഡ്. അപ്പോൾ ഒരിക്കൽ കൂടി ഏവർക്കും നമസ്കാരം. ആൻഡ് ഓൺ ബിഹാഫ് ഓഫ് ടീം വവ്വാൽ ഐ ടേക്ക് ദി റിയൽ ആൻഡ് ഇമൻസ് പ്ലഷർ ടു വെൽക്കം യു ആൾ ടു ദ ലോഞ്ച് സെറമണി. ഈ മനോഹരമായ ദിനത്തിൽ വവ്വാൽ ടീമിന്റെ പേരിൽ ഞാൻ ചിത്ര പൈ നിങ്ങൾ ഏവരെയും ഈ ലോഞ്ച് സെറമണിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. സോ ഷമോൻ സാറ് എന്നെ വവ്വാൽ സിനിമയുടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, ലോഞ്ച് നടക്കുന്നുണ്ട്, അതിനൊന്ന് ആങ്കർ ചെയ്യാൻ പറ്റുമോ ചിത്ര എന്ന് എന്നെ വിളിച്ച് ചോദിച്ചപ്പോണ്ടല്ലോ, ഷുവർ സർ, സന്തോഷത്തോടെ ഫോൺ വെച്ചു. പക്ഷെ ആ സമയത്ത് കുറച്ച് ബിസി ആയിരുന്നു. പിന്നീട് വിളിച്ച് വിശദങ്ങൾ ഇങ്ങനെ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ചോദിച്ചപ്പോഴാണ് ഒരുപാട് ആകാംക്ഷ തോന്നി. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും വലിയൊരു എക്സൈറ്റ്മെന്റ് ഇതിന്റെ പേര് തന്നെയായിരുന്നു, വവ്വാൽ. അങ്ങനെ ഒരു ഫിലിമിന് അങ്ങനത്തെ ഒരു പേര് ചിലപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നവരും കുറവായിരിക്കും അല്ലെ. പിന്നെ അതിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂവിനെ പറ്റി കൂടുതൽ അറിഞ്ഞപ്പോൾ എക്സൈറ്റ്മെന്റ്, ആ കൗതുകമൊക്കെ കൂടി. പിന്നെ ഇവിടെ ഇരിക്കുന്ന പലരും, ഇപ്പൊ ഷമോൻ സാറിന്റെ വളരെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ചെറിയ ക്ലൂസ് ഒക്കെ ഉണ്ടാവും ഈ ഫിലിമിനെ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, ഇതിൽ ആരൊക്കെയാണ് അഭിനയിക്കുന്നത് എന്നുള്ളത്. പക്ഷെ അറിയാത്തവർ ഒരുപാട് പേരുണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്കും എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ഇല്ലേ? ഇതിൽ ഒരുപാട് സർപ്രൈസുകളുള്ള മൂവിയാണിത്. ലൈക്ക് ഒരു ആങ്കറായിട്ട് ഞാൻ ഇവിടെ ഇന്ന് നിൽക്കുമ്പോൾ എനിക്ക് ഞാൻ ഷമോൻ സാറോട് സംസാരിക്കുമ്പോൾ ഒന്നിനു പുറകെ ഓരോ അമിട്ടുകൾ ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് ഫുൾ ഓഫ് സർപ്രൈസസ്. അപ്പോൾ നിങ്ങൾക്കും തീർച്ചയായിട്ടും സർപ്രൈസുകൾ അറിയാൻ ആഗ്രഹം ഉണ്ടാവും. അതെല്ലാം കാണാൻ പോകുന്ന പോലും ഞാൻ ഇപ്പോഴേ പറയുന്നില്ല. കുറച്ചു നേരത്തിനുള്ളിൽ ഞാൻ ഷമോൻ സാറിനെ ഇവിടെ വിളിക്കും, നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടി അദ്ദേഹം ഇവിടെ വരും. ആ സിനിമയെ പറ്റിയും അതിൽ അഭിനയിക്കുന്നതിനെ പറ്റിയും എല്ലാം അദ്ദേഹം പരിമിതികളുണ്ടാവും, നമുക്ക് മൊത്തം പറയാൻ പറ്റില്ല. എന്നാലും ആ സർപ്രൈസുകളുടെ ഒരു ചെറിയ ഒരു ത്രെഡെങ്കിലും അദ്ദേഹം നമ്മളുമായിട്ട് പങ്കുവെക്കുന്നു പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഇതിന്റെ അണിയറയിൽ ഒരു 1.5 പ്രോജക്റ്റാണ് പിറവിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും ഞാൻ മനസ്സിലാക്കി. ആൻഡ് നമ്മുടെ ഇതിന്റെ ഡയറക്ടർ ഷമോൻ ബി പാറയിൽ, അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ ഒരിക്കലും പറയാൻ പറ്റില്ല കേട്ടോ. ഒരുപാടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം ചെയ്ത ലാസ്റ്റ് സിനിമ കെങ്കേമം, അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ അതൊരു സിനിമാ രംഗത്തെ ത്യാഗങ്ങളെ കുറിച്ച് ആഴത്തിൽ നമ്മെ മനസ്സിലാക്കി തന്ന ഒരു സിനിമയാണ്. ആ സിനിമ കലാകാരന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു എങ്കിൽ ഇപ്പോൾ പിറവി കൊള്ളാൻ പോകുന്ന സിനിമ എന്ന് പറയുന്നത് ഒരു വലിയ വിഷ്വൽ ട്രീറ്റ് ആണ് നമുക്ക് തരാൻ പോകുന്നത്. വിത്തൗട്ട് എനി ഡൗട്ട് ഇറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി എ തിയേറ്റർ വിഷ്വൽ എക്സ്പീരിയൻസ് ഫോർ ഓൾ ഓഫ് us. ആൻഡ് ക്യാൻ വി ഹാവ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് അറ്റ് ദിസ് മൊമെന്റ്? നമുക്ക് നല്ലൊരു കൈഡി കൊടുത്താലോ? യെസ്, ഈ കൈഡി എന്ന് പറയുന്നത് നിങ്ങളുടെ സ്നേഹവും ആശീർവാദവുമാണ് കേട്ടോ. ആൻഡ് ഈ സിനിമയുടെ മറ്റൊരു ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്, നമ്മളെ എല്ലാം വിട്ടുപിരിഞ്ഞ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള സംവിധായകൻ സിദ്ദിഖ് സർ, അദ്ദേഹം ചെയ്ത ലാസ്റ്റ് മൂവിയാണ്. ആൻഡ് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ സിനിമയിൽ കെങ്കേം എന്ന് പറഞ്ഞ സിനിമയിൽ അദ്ദേഹം നല്ലൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. മറ്റുള്ള സിനിമയിലൊക്കെ അദ്ദേഹം ജസ്റ്റ് ഒരു ഗസ്റ്റ് റോൾ വരും പോവും. അദ്ദേഹം ആ സംവിധാനം എന്നുള്ള ലെവലിൽ മാത്രമാണ് എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്, ചെറിയ ഗസ്റ്റ് റോൾ വന്നിട്ട് പോകും. പക്ഷെ കെങ്കേമത്തിൽ അദ്ദേഹം നല്ലൊരു ക്യാരക്ടറാണ് ചെയ്തത്. അത് അദ്ദേഹത്തിന്റെ ലാസ്റ്റ് സിനിമയുമായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഈ സിനിമയ്ക്കും അദ്ദേഹത്തിന്റെ അനുഗ്രഹം ഉണ്ടായതിനെ സന്തോഷത്തോടെ നമ്മളെല്ലാവരും അദ്ദേഹത്തെ വരവേറ്റതിനെ, ഇപ്പോഴുള്ള അതിഥികളെ വരവേറ്റ പോലെ തന്നെ. എനിവേ വി റിയലി മിസ് ഹിം. എനിവേ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും സ്നേഹവും എല്ലാം നിറഞ്ഞ് വാരിക്കോരി ഈ സിനിമയുടെ കൂടെ തന്നെ ഉണ്ടാവുന്ന പ്രതീക്ഷയുണ്ട്. ഇനിയുള്ള കാര്യക്രമങ്ങളിലേക്ക് കടക്കാണ്. അപ്പോൾ ഒരു കൈഡിയും കൂടെ ആവാം നമുക്ക്. നേരത്തെ ട്രയലായിരുന്നു. താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടി ഏവർക്കും ഈ മനോഹരമായ വേളയിലേക്ക്, വവ്വാൽ മൂവി ലോഞ്ച് സെറമണിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആൻഡ് നിങ്ങളെ ഒഫീഷ്യലി വെൽക്കം ചെയ്യാനും സിനിമയെ പറ്റിയുള്ള മറ്റ് വിശദാംശങ്ങൾ പറയാനും, ഇതിൽ ആരൊക്കെയാണ് എന്തൊക്കെയാണ് സർപ്രൈസുകളെല്ലാം കുറച്ചെങ്കിലും നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്നേഹത്തോടെ ഷമോൻ സാറിനെ വേദിയിലേക്ക് വിളിക്കുന്നു. നല്ല കൈഡ് കൊടുത്ത് നമുക്ക് ഷമോൻ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റേജ് ഫിയർ ഉള്ള വ്യക്തിയാണ് ഞാൻ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എല്ലാവരെയും അഭിമുഖീകരിച്ചുകൊണ്ടൊരു പ്രോഗ്രാം നിൽക്കുന്നത്. ആക്ച്വലി ഇറ്റ്സ് വൺ ഓഫ് മൈ പ്രൗഡ് മൂമെന്റ് ഇൻ മൈ ലൈഫ്. ഞാൻ എൻ്റെ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ഒരു 6 മാസം മുൻപ് തീർന്നു. അപ്പോൾ അതിനുശേഷം ഞങ്ങളുടെ R&D ടീമും എല്ലാവരും ചേർന്നിട്ട് ഞങ്ങളിത് ആരൊക്കെയാണ് ഈ ക്യാരക്ടറുകൾ ഷോൾഡർ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചിട്ട് ഞങ്ങളിങ്ങനെ ഒത്തിരി റിസർച്ചുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഒത്തിരി പേരുടെ പുറകിൽ ചെന്നു, ഒത്തിരി കാര്യങ്ങൾ നോക്കി എല്ലാം കഴിഞ്ഞ് ഫൈനലി
ഞാൻ ചെന്നെത്തുന്നത് മുംബൈയിലാണ്. പക്ഷെ മുംബൈയിൽ ഞാൻ ഒരു ബോളിവുഡ് ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു ആർട്ടിസ്റ്റിനെ എനിക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നൊന്നും ആക്ച്വലി എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട് ദാറ്റ് ടൈം. ബട്ട് accidentally I make a call to Myron sir. He says you just come to Mumbai and 4 and 5 his program is in Prithvi Theatre. I just go and watch the program. I am shocked. I'm really shocked because it's outstanding program. 1.5 hours he singly played that project. The day frame, I'm big fan of you, sir. അപ്പോൾ ഞാൻ അവിടുന്ന് ഞാൻ എൻ്റെ സബ്ജക്റ്റ് നരേറ്റ് ചെയ്ത് അതിൽ നിന്ന് കുറച്ചും കൂടി ഡെവലപ്മെൻ്റ് ആക്കിയിട്ട് ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ നമുക്ക് പോവല്ലേ? അപ്പോൾ സാർ പറഞ്ഞു ശരി, ഡൺ ക്ഷമ, വിൽ ഡു. സർ പ്രൗഡ്ലി ഐ ഇൻവൈറ്റ് യു ദ സ്റ്റേജ്. പ്ലീസ് കം അറ്റ് ദ സ്റ്റേജ്, സർ. Huge round of applause, sir. I can tell you, sir, we are so proud and so happy and excited to have you here. Thank you, sir. Few words, please. You know, and we always, I know this is yet to happen, but this is the strongest image anybody can see. You know, this, because if we know when we are not working, what we are thinking is work, and if this doesn't roll, then there is no work. So Shaman, when you said today is the day, very important moment of your life, please come here, please. To make your own story into a film, so much risk of the idea. Money comes later, but your own idea. Because we all have many ideas, then to choose one idea to make your film. I know this is your second film, you're an experienced man. So you know how to suffer actors now. Yeah, because the actors are not easy. Actors will say, come and watch my program. I told him, I'll tell you why I asked him. He said, I want you. I said, he told me the character on the phone. I said, you can get better actor from Malayalam film industry, because I know some actors who can fit. He said, but I've done all your recce of all your films. I've watched Pottachan, I watched Two Countries, I watched Pulimurugan, I watched Madurai. So I know about you. So I said, you know, as an actor, I always feel I should be eventually the last choice. And the last choice should be, finally there is nobody else left. So it's only you then. So I allow directors, when they come to me, I try and tell them, cast somebody else. Cast somebody else. And if they still say, no, we want you, then you feel, yes, now I am required. Now I can do something to the film. Because I had great experience in Malayalam cinema. If you know about Pottachan character in Amen, that was one because of Lijo. But that clarinet, you know, that finale, nobody knew what is going to happen. It just, because of that clarinet started playing so much through me, I became the clarinet. Now in this, I'm looking forward. Am I supposed to talk about my character or not? Not telling the character? Okay. So I'm not supposed to talk about the character. So I'll only say that
Sarvanan is my nephew. Am I supposed to tell that or not? Yeah. Okay. Now, when you will come, you will talk about it. I'm not going to talk about anything. But I know that, he said, today is the function. Can you come? And I said, I hope people are following what I'm saying. So I said, what is the function? He said, it's a puja, but I've got auditorium. I said, for puja auditorium, why? And then I realized that what he wants to do is, he wants to announce his film proudly. See, whenever you have a stage, which means you're confident, you want to tell that I'm coming. He wants to declare with his own team. And so I said, of course, I will be there. And, today I'm also feeling that I have... Normally what happens with actors like us, people start films and then they call us directly for the shoot. Very rarely we come in the beginning of the film. So today I'm feeling one of those, your moment I'm also sharing, that it's a new film and I hope we'll make difference. I hope I be able to do more than what you want. Because I'm sure the one thing what I told him also, the best thing about him is, it's like my character. He's all the time smiling, my character, and he doesn't show what is the tension inside, what is inside. He's like that. And from the first phone call, he's met me twice before. He's all the time, he has a smile. And that smile tells you that everything is fine. Don't worry. And I'm telling you, every day he is working and there is a progress. Now, by the time it is today, I know he's already prepared for his tomorrow's shoot. And when my shoot will come, I know that he will be ready for my shoot also. In fact, today, I'm feeling the pressure that I'm still not prepared. Because I'm supposed to do some dance. I'm not going to tell anybody. So I don't know, I'll have to learn also something. So maybe good that I came today, that I'll work hard now for your film. Thank you. Thank you. Really thank you. आई थिंक ऑडियंस अब आपके कैरेक्टर के बारे में सुनना चाहते हैं, लेकिन डायरेक्टर साहब ने आपको मना किया है, राइट? तो आप बोल ही नहीं सकते, राइट? नहीं बोलना चाहिए। एटलीस्ट एक सेंटेंस तो बोल सकते हैं, राइट? कुछ तो बोलना चाहिए। कुछ तो, यस। सीक्रेट है। देखो मैं क्या कह रहा हूँ, मैं एक बहुत इम्पोर्टेंट कैरेक्टर कर रहा हूँ। इम्पोर्टेंट कैरेक्टर है जो कुछ तो बोलना पड़ेगा ना। अच्छा, what are you going to tell about the film story? What is your film story? Only that much. You are not going to announce anything. We'll give them partially, otherwise they will fly on. You tell about your film and then I'll quickly tell what is my character. Please ask him. സാറിന് പല ഷെയ്ഡുകളുള്ള ഒരു ക്യാരക്ടറാണ്, മൾട്ടി ഷെയ്ഡ്സുകളാണ് സാറിൻ്റെ ഇതിലുള്ളത്. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സാറിൻ്റെ അന്ന് ഈവൻ്റ് കണ്ടതിന് ശേഷം സാറിന് ഷോൾഡർ ചെയ്യാൻ ഇത് ഒത്തിരി സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻറ്റ് വന്നതിന് ശേഷം ആ സ്ക്രിപ്റ്റ് അങ്ങ് ബ്രേക്ക് ചെയ്ത് റീക്രിയേറ്റ് ചെയ്തു ആ സ്ക്രിപ്റ്റിൻ്റെ ഏരിയാസ് കംപ്ലീറ്റ്. സോ അതുകൊണ്ട് അതിനകത്ത് കുറേ വേരിയേഷൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പോൾ അത് പറയണ്ട എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. That's why I'm just hiding him because lot of shades and lot of things is inside. That's why only it will keep very secret and I'll let you back and after that time before release partially. I mean, I wanted to, but not done. But of course, I will only say that I am very, very excited. They are not shooting with me tomorrow. Otherwise, I would have shot tomorrow only. I'm too excited. Can't wait. And seriously, I mean, see, I have done many films in my life now. You know, maybe more than many films. Maybe Malayalam.
Adipoli, what does that mean? Adipoli excitement? So I'm excited. That's it. I mean, yeah, Adipoli is good. Good. I'm extremely good. So I mean, yeah, I'm looking forward for. And you give me more words, I will. You know, I will. But I must just say one thing. I feel if Indian cinema is close to international cinema, is because of Malayalam cinema in today's times. And I mean it. In Bollywood or in theatre where I belong, we speak about which latest Malayalam film have you watched? वही मैं पूछने वाली थी आपसे अभी। ऐसा मतलब जो मंजूमल बॉयज है, I know there are many films in fact which are still yet to be watched for reasons because we are so occupied with our own stuff. But we will try and go and watch it on some. I try to watch it in cinema halls also. But I must say that there is newness, but at the same time, it's really, you can feel that it is a human cinema. There is style in it. Obviously, style comes from education. You can see there is education of cinema. There was a great debate we had about why Malayalam films are good. Interesting debate. And the debate was about, some people said because, you know, they have good actors, they have good technicians, they are good. You know why you make good films? I feel because your audience is educated. You have very good audience. Your audience gives you that, because they watch the commercial mainstream cinema and then they watch films, and then your main superstars also do films which are, you can call it experimental. You know, I saw Mammootty's many films which were not mainstream films. They were, and you were shocked. And same with Mohanlal. I mean, I've worked with Mr. Lal and I've worked with Dilip, another terrific, timing, humorous timing. But I feel that your audience wants. Once I remember there was a film, interesting film was happening, and there was a reel. I don't remember the name of the film, Malayalam film, and the audience got upset. You know why? The film did well. They said this is not a Malayalam film. What they meant was, I was trying to understand. What they meant was, Malayalam cinema is not just some big cinema. Malayalam cinema is about something to do with some content. And I am really happy after this gap. You know, after some years, I am again being part of a Malayalam film because of him. And you know, sometimes you feel good things happen. And for that, good people have to come in your life. And I think he's a good man who's come in my life. And we are so happy to have you here, sir. No, seriously. Thank you, But sir. I'm really, I think I'm taking too much time of your. But I'm really happy because I do believe there is this Bengali filmmaker, very senior filmmaker, Bashu Bhattacharya. If you Google, he made some great films. And he used to say this one line: to make a good film, you have to be a good person. So I'm glad that you're a good person. Thank you so much, sir. Thank you so much, sir. Yeah, please be seated. ഈ സിനിമ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നതിൻ്റെ തുടക്കത്തിൽ അപ്പം ഞാൻ ഒരു ശരവണൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഡെവലപ്പായി അങ്ങനെ ആ ക്യാരക്ടറോടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ രാത്രി സമയങ്ങളിൽ ചിലപ്പോൾ ഒരു 8 മണി മുതൽ ഒരു 12 മണി വരെയൊക്കെ
പല റോഡ് സൈഡിലും അല്ലെ കൊച്ചിയിലും ഒക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്യും. അപ്പോൾ ശരവണൻ ചെയ്യുന്നത് ലെവിൻ സൈമനാണ്. അപ്പോൾ ഞങ്ങൾ ഈ പ്രോജക്റ്റ് നമുക്ക് നടത്തിയെടുക്കാൻ പറ്റുമെന്നുള്ള സംശയവും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ മനസ്സിൽ ഡെയിലി ഉണ്ടാവാറുണ്ട്. അതിഭീകരമായിട്ട് എല്ലാവരെയും പോലെ തന്നെ കേട്ടോ, സിനിമ ചെയ്യുന്ന എല്ലാവരെയും പോലെ തന്നെ ഞങ്ങൾക്ക് ആ ഒരു സംശയം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഫൈനലി ഇതുവരെ എത്തി നിൽക്കുമ്പോഴുള്ള ഒരു സന്തോഷത്തിന്റെ അളവ് എന്നേക്കാൾ കൂടുതൽ പങ്കുവയ്ക്കാൻ ലെവിനായിരിക്കും സാധിക്കുക. ലെവിൻ സൈമൻ, പ്ലീസ് കം ടു സ്റ്റേജ്. വെൽക്കം ഓൺ ദ സ്റ്റേജ്. എന്റെ ലെവിൻ പറഞ്ഞ് വിളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഷമോൻ സർ എന്റെ പണി ഏറ്റെടുത്തു, അതുകൊണ്ട് ഞാൻ മിണ്ടാണ്ട്. പ്ലീസ് പ്ലീസ് പ്ലീസ്. All I'm holding now is gratitude. I'm really honored. Gratitude. അത് മാത്രമേ ഉള്ളൂ, നന്ദി മാത്രമേ ഉള്ളൂ. കാരണം ആദ്യത്തെ കാര്യം തന്നെ പറയാം, I'm traveling through the lowest point because every actor had this moment. I have done almost 8 movies in the lead character, but still there are certain criteria that we need to give a hit. So അങ്ങനെ ഒരു കാര്യമുണ്ട് എല്ലാ സിനിമ, ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും അവിടെ മുതലാണ് ഫ്രം ദ ക്ലിക്ക് മൊമെന്റ്, ഫ്രം the actor's life will start. I am praying for that. And എൻ്റെ വിഷമങ്ങളും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ പറയുന്ന ഓരോ കാര്യങ്ങളൊക്കെ പറയുന്ന ഏറ്റവും നല്ലൊരു സുഹൃത്താണ്, ഒരു ബ്രദറാണ്. ഹി ഈസ് ലൈക്ക് ദ ഫസ്റ്റ് മാൻ. ബിക്കോസ് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ഞാൻ ഡെയിലി കാണുന്ന ഒരു മനുഷ്യനാണ്. ആൻഡ് ലൈക്ക് മകരൻ സർ സെഡ്, he is a single man and he doesn't have any fear, he doesn't have any tension, all he bears is his mind. എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ്. രാവിലെ കാണുമ്പോൾ ചിലപ്പോൾ എറണാകുളത്തായിരിക്കും, വൈകുന്നേരം വിളിക്കുമ്പോഴായിരിക്കും ഊട്ടിയിലാണ്. അപ്പോൾ ചോദിക്കുമ്പോൾ പറയും ഇല്ലല്ലേ കുറച്ച് കാര്യങ്ങൾ എഴുതാനാണെന്ന് പറയും. സോ ഹി ഈസ് സൂപ്പർ ഡിറ്റർമിനന്റ് ടുവേർഡ്സ് ഹിസ് ഫിലിംസ്. സ്ക്രിപ്റ്റ് എങ്ങനെ അത് ജനിപ്പിക്കണം, അതെങ്ങനെ വളർത്തിയെടുക്കണം, അതിലെ ഓരോ കാര്യങ്ങളും കൊണ്ടുപോകാനായിട്ട് വളരെ വ്യക്തമായ ധാരണയുള്ള ഒരു വ്യക്തിയാണ്. സോ ഇനി സിനിമയുടെ കാര്യം പറയാനാണെങ്കിൽ വലിയൊരു സംഭവമുണ്ട്. എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ കെങ്കേമം എന്ന് പറയുന്ന ഒരു പടം ഞാൻ ചെയ്യാറുണ്ട്. ഐ ഹാവ് ആക്ടഡ് ഇൻ ഹിസ് ഫസ്റ്റ് മൂവി ആൻഡ് ആഫ്റ്റർ ഫ്യൂ ടൈംസ് വി വിൽ ഡിസ്കസ് അബൌട്ട് സം സ്ക്രിപ്റ്റ്സ് ആൻഡ് ഓൾ. ഒരുപാട് സ്ക്രിപ്റ്റ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്തൊക്കെ പറയും ഇതിൽ ഇന്ന ആക്ടർ, ഐ എം സജസ്റ്റിംഗ് ദിസ് കൈൻഡ് ഓഫ് ആക്ടേഴ്സ് in saying I'm not a part of that. Okay, I have never been a part of that because I know that because ഷോൾഡർ ചെയ്യണം, അതിനൊരു സ്റ്റാർ വേണം. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്, ചില കാര്യങ്ങൾ നടക്കാറില്ല. ഒരു ദിവസം എൻ്റെ അടുത്ത് ചോദിച്ചു, കഴിഞ്ഞ ഒരു 6 മാസത്തിന് മുമ്പ് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ ഒരു കഥയുണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു. സ്ക്രിപ്റ്റ് പറഞ്ഞു. ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് സംസാരിക്കുന്ന സമയത്തായിരുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞു, നല്ല രസമുണ്ട് കേൾക്കാനായിട്ട്, അടിപൊളിയാണ്, കൊള്ളാം. അപ്പൊ എന്നോട് പറഞ്ഞു ഇതിലെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ദർ ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട്, ഐ യു ഏബിൾ ടു ഡു ഇറ്റ്. എടുത്ത് ചോദിച്ചു, ഒറ്റ ചോദ്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു ഡെഫിനറ്റ്ലി, ബിക്കോസ് ഒരു വാവ് മൊമെന്റ് ആണ്, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു മൊമെന്റ് ആണ്. അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. കുറച്ച് ക്രൈറ്റീരിയാസ് പറഞ്ഞു, ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്ര കാര്യങ്ങൾ നീ ചെയ്യണം. അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു കേട്ടോ, ഇത്ര കാര്യങ്ങൾ നീ ചെയ്യണം, എനിക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല അത് എന്തൊക്കെയാണെന്നുള്ളത്. സോ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അത് ചെയ്യാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഐ ബിലീവ് ഇൻ ബിക്കോസ് ഐ ബ്ലൈൻഡ്ലി ബിലീവ് ഇൻ ബിക്കോസ് each and every word is that we may not believe. Okay, he may say it like simply, ചുമ്മാ പറയുന്ന പോലെ പറഞ്ഞല്ലേ നമ്മൾ ചിലപ്പോൾ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാനത് വിശ്വസിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ ചിലപ്പോൾ അത് സംഭവിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സോ അതിനുശേഷം ഡേ ബൈ ഡേ ഓൾമോസ്റ്റ് എവറി ഈവനിങ്ങിൽ നമ്മൾ ഒരുമിച്ച് കൂടും. ഫോർട്ട് കൊച്ചിയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുമിച്ച് കൂടും, കുറെ കാര്യങ്ങൾ പറയും, സ്ക്രിപ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും, പല ക്യാരക്ടേഴ്സ് വരും. ബട്ട് ലേറ്റർ ഓൺ സ്ക്രിപ്റ്റ് ഡെവലപ്പ് ആയി കഴിഞ്ഞപ്പോൾ നല്ലൊരു പോർഷനിലേക്ക് എത്തി. ഓൾറെഡി കഥ എഴുതി കഴിഞ്ഞാണെങ്കിലും നല്ലൊരു പോർഷനിലേക്ക് എത്തി കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞില്ല. പിന്നെ ഇതിൽ വരുന്ന സ്ക്രിപ്റ്റിൻ്റെതായിട്ടുള്ള കുറെ നല്ല മുഹൂർത്തങ്ങൾ പറഞ്ഞിട്ടില്ല. ലാസ്റ്റ് സ്ക്രിപ്റ്റ് ഫിനിഷ് ആയതിനു ശേഷമാണ് പറഞ്ഞത്. ദെൻ ആഫ്റ്റർ ദാറ്റ് അതിൽ ഓരോ ക്യാരക്ടേഴ്സും ഐ ക്യാൻ പ്രൗഡ്ലി സേ ദാറ്റ് ഈച്ച് ആൻഡ് എവറി ക്യാരക്ടർ ഇൻ ദിസ് ഫിലിം, എവറി ക്യാരക്ടർ ഇസ് സൂപ്പർ ഇമ്പോർട്ടൻറ്റ്. അത് ഞാനത് നമ്മുടെ പടത്തിന് ഇങ്ങനെ പറയുന്നത് ഒന്നുമല്ല, വളരെ ഭാഗ്യമായി കാണുകയാണ്. കാരണം ഒരാളും വെറുതെ വന്നു പോകുന്നില്ല. കാരണം ഓരോ ക്യാരക്ടറും നമുക്ക് ചെയ്യും. ആസ് ആൻ ആക്ടർ ഐ ഫെൽറ്റ് ഇറ്റ് ബിക്കോസ് അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഓരോ ക്യാരക്ടേഴ്സ് ആയിരുന്നു. അപ്പം മനസ്സിൽ കണ്ട
മുഖങ്ങളെ തന്നെ, അതായത് ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ ടോപ്പായിട്ട് നിൽക്കുന്ന, കഴിവ് തെളിയിച്ച് നിൽക്കുന്ന ഇന്ന ക്യാരക്ടർ ഇവരുടെ കയ്യിൽ ഭദ്രമാണ് എന്ന് ഉറപ്പുവരത്തക്ക രീതിയിലുള്ള കാസ്റ്റാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്ന ഓരോരുത്തരും. ആൻഡ് പേരെടുത്ത് പറയുന്നില്ല, ഓരോരുത്തരും സൂപ്പർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള കാസ്റ്റിംഗ് ആണ്. സോ ദൈവഭാഗ്യം കൊണ്ട്, ദൈവാനുഗ്രഹം കൊണ്ടും ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ആളുകളുടെ ഇടപെടൽ കൊണ്ടും നമ്മളിവിടം വരെ എത്തി. നമ്മൾ ടേക്ക് ഓഫ് ചെയ്യാണ്. സോ താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് അസ് ഇൻ യുവർ പ്രേയേഴ്സ്. താങ്ക് യു. ഒന്നും വിട്ടു പറയേണ്ടത്, ഇവിടെയും ഒരു ചെറിയ ഇൻസ്ട്രക്ഷൻ ഉള്ളുണ്ട് അല്ലേ? എനിക്ക് ഓൾ ദി ബെസ്റ്റ്, വെരി ബെസ്റ്റ് വെരി. ഇപ്പോൾ നമ്മളുടെ ഇതിലൊരു ഗസ്റ്റും കൂടി ഉണ്ടായിരുന്നു. നമ്മൾ ക്ഷണിച്ച് വളരെ ഈഗറായിട്ട് വരണം എന്ന് ആഗ്രഹിച്ചിരുന്നിട്ട് അവസാന നിമിഷത്തിൽ വരാൻ പറ്റാതെയായപ്പോൾ അദ്ദേഹം നമുക്കൊരു ബൈറ്റ് അയച്ചു തന്നിട്ടുണ്ട്. ഞാനൊന്നത് പ്ലേ ചെയ്യാം. My dear Malayali friends, now Kerala is my beloved state, and your love and welcome are the reason for that. So, I am coming back to you again through the movie Vawar. Fortunately, my theatre guru Makarand Deshpande is also working along with me in this film. So, I take this privilege to welcome him on board. I wish director Shaman all the very best, his entire team as well, and I love you all Malayalis. We'll be seeing you very soon. അത് ശരിക്കും പറഞ്ഞാൽ ഗുരുജി എന്ന വാക്കിന് വളരെയധികം അർത്ഥവത്തായ ഒരു വ്യക്തിത്വമാണ് സാർ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വരണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു സ്റ്റേജിൽ രണ്ടുപേരും ഉണ്ടാകണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി വരാൻ പറ്റാത്ത ഒരു സാഹചര്യമായി പോയി മിസ്റ്റർ അഭിമന്യു സിംഗിന്. സോ അതുകൊണ്ട് നമ്മൾ ഇതിൽ അദ്ദേഹം ഉണ്ട്. അദ്ദേഹത്തിന് ഞാൻ ഇതുവഴി താങ്ക്സ് പറയുന്നു. വളരെ മനസ്സ് നിറഞ്ഞ് നന്ദി പറയുന്നു. അതുപോലെ ഞാൻ ഈ സിനിമയിൽ ഇത് സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞ് എല്ലാം ഒരു ഫൈനൽ സ്റ്റേജിലെത്തിയപ്പോൾ എൻ്റെ കഴിഞ്ഞ പടത്തിലുള്ള പോലെ തന്നെ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഇല്ല എന്ന് പറഞ്ഞ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം ഞാൻ കാരണം എന്താ വെച്ചാൽ എനിക്ക് ഫീമെയിൽ ക്യാരക്ടറിനെ വെറുതെ പ്ലേസ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്, പ്രണയം അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് സീക്വൻസ് ഇങ്ങനെയൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി എന്തെങ്കിലും റോ ആയിട്ട് ചിന്തിക്കാൻ ഉള്ളൊരു കാറ്റഗറിയാണ് അന്നേ മുതൽ സ്ക്രിപ്റ്റിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാനതിന് അന്വേഷിച്ച് വന്നപ്പോൾ നമുക്കിപ്പോൾ അവസാനം ഇപ്പോൾ നമുക്ക് ലോകയിൽ കണ്ടു അതുപോലെ ഒരു ഇത്. പക്ഷേ ഞാൻ അങ്ങനെ അന്വേഷിച്ച് ചെന്നെത്തിയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു അസറ്റാണ് നമ്മുടെ പടത്തിലെ നായിക ലക്ഷ്മി ചപ്പോർക്കർ. പ്ലീസ് കം ഓൺ ദി സ്റ്റേജ്. ആള് ഈ കാണുന്ന പോലൊന്നും അല്ലാട്ടോ സിനിമയില്. അടിപൊളി ഫൈറ്ററാണ്. അതെല്ലാം നമുക്ക് വഴിയെ കാണാം. Yes, we all take the pleasure to welcome you to the Malayalam industry, dear Lakshmi. Yeah. Namaskar everyone. Namaskar to my guru first, Makarand sir, and my mom. Thank you so much everyone for calling me here. And Shaman sir, for trusting me a lot. This will be my first ever film, and that too in Malayalam. I'm super duper excited to share, to learn everything from all of you. क्या ही कहना, कैरेक्टर के बारे में तो कुछ नहीं कहना. Amazing. The way Shaman sir greeted me from the very first day, पहले से लगा था कि I'll start conversation with him, and I thought कि I'll be a part of a movie, and I was pretty nervous at that time because I didn't know anything about it. But the way he started communicating with me, he introduced me with every character. He told me about what is going to happen, when is going to happen. Then he came to meet me to Bombay. And then now I feel like I'm a part of his family. We are so comfortable, and I'm super duper excited for the shoot also now. It's no more tension to meet another industry. Now I'm feeling like I'm a part of Malayalam industry already. So all credit goes to Shaman sir. So thank you so much everyone, and
I'm going to learn a lot from all of you. Super seniors are there. So yeah, excited. Thank you. Thank you so much, Lakshmi. So all the very best to you. All the very best. പിന്നെ ഞാൻ ഈ സിനിമയിലേക്ക് ഓരോ ക്യാരക്ടറിനെയും സെലക്ട് ചെയ്യുമ്പോൾ, അതായത് സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞ് ഫസ്റ്റ് ഞാനൊരു ചാർട്ട് ഇട്ടു, ഇന്ന ക്യാരക്ടേഴ്സ് ഇന്ന ലെവലിൽ ആപ്റ്റ് ആണെന്ന്. ഗോഡ് ഗ്രേസ് സ്റ്റിൽ ദ ഡേ ആരും തന്നെ അതിൽ നോ പറഞ്ഞിട്ടില്ല. അതിന് വളരെ സന്തോഷമുണ്ട്. ഈവൻ ഗോകുലൻ മുതൽ പ്രവീൺ, പിനീഷ്, ഞങ്ങൾ ആദ്യം കണ്ട ആളുകളെല്ലാവരും തന്നെ, അല്ലെങ്കിൽ ആദ്യം സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാവരും വളരെ സ്ക്രിപ്റ്റ് കേട്ടിട്ട് അവര് നോ പറയാതെ എന്നോടൊപ്പം നിന്നു. എന്നോടൊപ്പം ഇപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ട് എന്നുള്ളൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പിന്നെ എൻ്റെ ക്രൂ, അതെല്ലാവരോടും എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും മനസ്സ് നിറഞ്ഞ് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ പറഞ്ഞില്ല, എനിക്കിവിടെ നെർവസ് ആണ്, പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചടങ്ങിന്റെ അടുത്ത ഇതിലേക്ക് എടുക്കാം. Yes. അടുത്തത് ഭദ്രദീപം തെളിയിക്കുന്ന ചടങ്ങാണ്. So let's move on to the lamp lighting ceremony, and I request all the dignitaries to please come to the stage for the lamp lighting ceremony, everyone. And Gokulan? Yeah, Makran sir, Lakshmi, Levin, Finish. sir. And we have here beautifully decorated lamp here, and we request you to start it first. കുറേ കാലമായിട്ടുള്ളൊരു സുഹൃത്താണ് ഷാമോൻ. ഷാമോൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. എല്ലാവിധ വിജയങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു സതീഷേട്ടാ. അതുപോലെ ഈ എന്ത് സിനിമ തുടങ്ങുമ്പോഴും അല്ലെങ്കിൽ ഇതിന് മുമ്പുള്ള സിനിമയാണെങ്കിലും ഫസ്റ്റ് സ്ക്രിപ്റ്റും കൊണ്ട് ഞങ്ങളുടെ ഓഫീസിൽ ചെല്ലും. അപ്പോൾ ഇത് വർക്കൗട്ട് ആവോ ഇല്ലയോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇല്ലയോ എന്ന് ചർച്ച ചെയ്യുന്ന ഞാൻ ആദ്യം പറഞ്ഞു. അങ്ങനെ ഒരു വ്യക്തിത്വം കൊണ്ട് ഇവിടെ ഉണ്ട്. അതാണ് കോളിൻ. വർഷങ്ങളായിട്ടുള്ള എൻ്റെ സുഹൃത്താണ്. പ്ലീസ് കം ഓൺ ദി സ്റ്റേജ്. ഒരു ആശംസ.
ഒരാളെ വേദിയിലേക്ക് നമ്മൾ വിളിക്കുമ്പോൾ സന്തോഷത്തോടെ വിളിക്കണം അല്ലേ? ആ സന്തോഷം പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഡെഫിനറ്റ്ലി കൈയിലൂടെ അല്ലേ? Come on. എല്ലാവർക്കും നമസ്കാരം. ഷാമോനെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നന്നായിട്ട് അറിയാം, 100% എന്ത് കാര്യത്തിനും എപ്പോഴായാലും ആ 100% സ്പീഡ് ഈ സിനിമയ്ക്ക് ഉണ്ടാകട്ടെ. ഈ സിനിമ തിയേറ്ററിൽ വൻ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. Thank you so much. സൗഹൃദങ്ങളാണ് ജീവിതത്തിൽ ഏറ്റവും വലുത്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആശംസകൾ മനസ്സിലുണ്ടെന്നറിയാം. അതുകൊണ്ട് തന്നെ എങ്കിലും അവരുടെ മനസ്സിൽ നിന്നൊരു വാക്ക് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ, അതിനാണ് ഈ കോളിംഗ് ഉണ്ടായത്. ഓക്കെ, നമുക്ക് താങ്ക്സ് അല്ല, ഒത്തിരി നന്ദിയുണ്ട്, ഒത്തിരി താങ്ക്സ് ഉണ്ട്. കാരണം എൻ്റെ കൂടെ ഒത്തിരി കാര്യങ്ങളിൽ പല ഏരിയകളിലും പല സ്ഥലങ്ങളിലുമായിട്ട് യാത്ര നടത്തിയവരാണ് എല്ലാവരും. ഇവിടെ ആരും തന്നെ ഇപ്പോൾ എൻ്റെ കോസ്റ്റ്യൂമർ ആയിക്കോട്ടെ, ഞങ്ങൾ ഒരു 15-20 വർഷമായിട്ട് ഉള്ള ബന്ധമാണ്. ഞങ്ങളൊരു 4-5 പടത്തിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുമാതിരി തന്നെയാണെങ്കിലും നമ്മുടെ അഭിലാഷാണെങ്കിലും കൊറിയോഗ്രാഫർ ആണെങ്കിലും ശരി, നമ്മുടെ ഫോക്കസ് പുള്ളർ ആണെങ്കിലും മനോജ് ക്യാമറമാൻ ആണെങ്കിലും എല്ലാവരും ഞങ്ങളുടെ ഒരു കോർ ടീം. ഞാൻ എൻ്റെ കോർ ടീമിനെ ഞാൻ ഒന്ന് സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് വരണം. താങ്ക് യു. ഇവരെല്ലാവരും പിന്നെ ഒരാളുണ്ട്, അതെന്റെ സഹധർമ്മിണിയാണ്. ഈ വീട്ടിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ സിനിമ പരിപാടിയൊന്നും നടക്കില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെയും കൂടെ വിളിക്കുന്നുണ്ട് ഇങ്ങോട്ട്. വീട്ടിൽ തല്ലുണ്ടാവാതിരിക്കാൻ വേണ്ടി വിളിക്കുന്നു. പിന്നെ ഇതിനകത്തൊരു എഡിറ്റർ ഉണ്ടായിരുന്നു. ഓക്കെ, മൂത്ത പുത്രനാണ്. അപ്പോ ഇത് നമ്മുടെ ടെക്നിക്കൽ കോർ ടീമാണ്. ഇവരാണ് ഇനി എന്നെ അങ്ങോട്ട് നയിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇവരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ എല്ലാവരോടും ഒരുമിച്ച് നന്ദി പറയാണ്, സ്നേഹം വിതറുകയാണ്. നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഈ സിനിമ കഴിഞ്ഞ് ജയിച്ച് സക്സസ് പാർട്ടി നമുക്ക് വയ്ക്കണം. അതുവരയ്ക്കും അത് കഴിഞ്ഞാലും നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. നന്ദി, നമസ്കാരം. സർ, ആ മൈക്ക് ഒന്ന് പാസ് ചെയ്തിട്ട് കുറെ പേർക്ക് ഇവരെ അറിയണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് എല്ലാവരുടെയും പേരുകൾ കൂടെ ഒന്ന് അറിയട്ടെ. കോർ ടീമാണെന്ന് സർ തന്നെ പറഞ്ഞു. സോ ലെറ്റ്സ് ഇൻട്രൊഡ്യൂസ് ബിഫോർ ദ ഓഡിയൻസ്. യാ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഫാസിൽ. വാപ്പാടെ മോൻ എന്ന നിലയ്ക്ക് എനിക്കും പേടിയുണ്ട്, സ്റ്റേജ് ഫിയർ ഉണ്ട്. കണ്ടോ, ഇത് പറഞ്ഞപ്പോഴല്ലേ കുറെ പേരൊക്കെ അറിഞ്ഞു അദ്ദേഹത്തിന്റെ മോനാണെന്നല്ലേ? അതെ, ഇത്രയും വലിയൊരു കാസ്റ്റ് എന്നെ ഷോൾഡർ ചെയ്ത് ഏൽപ്പിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. വാപ്സിയോട് ആദ്യം നന്നായി വരുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ബ്ലെസ്സിങ്സ് ഉണ്ടാവണം. താങ്ക് യു. താങ്ക് യു. യെസ്, നമസ്കാരം. എൻ്റെ ഒരു അഭിലാഷ് കൊച്ചിൻ, ഡാൻസ് മാസ്റ്ററാണ്. ഷാമയുടെ ഒരു 20 വർഷത്തിന് മേലെയുള്ള പരിചയമാണ്. ഞാൻ കെങ്കേമോ എന്ന് പറഞ്ഞ ഫിലിമിൽ ഒരു സോങ്, ഡോട്ട് ബഡി എന്ന് പറഞ്ഞ സോങ് കൊറിയോഗ്രാഫി ചെയ്യാൻ എനിക്ക് ആദ്യമായിട്ടൊരു അവസരം തന്നത് ഷാമോനാണ്. ആ ഫീൽഡിൽ ഒരു 10-25 വർഷമായിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടൊരു അവസരം തന്നത് വെബ്കയിൽ ഇത് ജൂണിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ ഈ കെങ്കേമത്തിൻ്റെ ഇതിലും ചെറുതായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചാൽ ചെയ്യാൻ മോഡലിൽ വന്നിരുന്നു. ഒരുപാട് സ്റ്റേജസിൽ കൂടിയിട്ടുണ്ടല്ലേ? നമ്മൾ ഒരുപാട് സ്റ്റേജസിൽ കൂടിയിട്ടുണ്ട്. ഐ ആം സോ പ്രൗഡ് ടു സീ യു ഹിയർ. പ്ലീസ്. താങ്ക് യു. നമസ്കാരം, സുരേഷ് കൊച്ചിയാണ്. ക്യാമറ ഫോക്കസ് കളറാണ്, ഒരു ചെറിയ ക്യാമറമാനും കൂടെയാണ്. പിന്നെ ടീമിൻ്റെ കൂടെ 2ാമത്തെ തവണയാണ്. താങ്ക് യു സർ. എൻ്റെ പേര് ഭക്തൻ എന്നാണ്, ഞാൻ കോസ്റ്റ്യൂമറാണ്. ഞാൻ ഷാമോൻ്റെ കൂടെ വർഷങ്ങളായിട്ട് ബന്ധമുള്ളതാണ്. പിന്നെ കുറേ സിനിമ ചെയ്തിട്ടുണ്ടെങ്കിലും പാണ്ഡെ സാറിൻ്റെ കൂടെ ഒരു പടം ചെയ്യാൻ പറ്റിയ ഒരു സന്ദർഭത്തിന് തന്ന ഷാമിന് പ്രത്യേകം എനിക്ക് നന്ദിയുണ്ട്. ഇത്രയും വലിയ ഒരു ആർട്ടിസ്റ്റ് കൂടെ പടം ചെയ്യാൻ പറ്റിയ ഒരു സന്ദർഭം ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. ബെസ്റ്റ് എന്ന് പറയാൻ അതിൻ്റെ അപ്പുറത്ത് പറയാൻ ഒരു വാക്കില്ല. അത്ര ഒരു ആർട്ടിസ്റ്റ് കൂടെയാണ് ഈ പടം ഞാൻ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് പ്രത്യേകം എനിക്ക് നന്ദിയുണ്ട്. ഈ പടം വിജയിക്കാൻ വേണ്ടി പ്രാർത്ഥന. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സന്തോഷ് എഡ്പയൻ, ബാക്കപ്പ് പേരാണ്. കൂടുതൽ പറയാനില്ല. ഓക്കെ,
അടിപൊളി. നമസ്കാരം. ഇതിൽ അസോസിയേറ്റ് ഡയറക്ടറാണ് ദിൽജിത്ത്, ആഷിഖ് ദിൽജിത്ത്. ഒരു ബാക്ക് ബോണായിട്ട് കൂടെ ഉണ്ടാവും. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജയകൃഷ്ണൻ, ഈ സിനിമയിലെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. അപ്പം സിനിമയ്ക്ക് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. നന്ദി. ഹായ്, എൻ്റെ പേര് മനോജ്, ഈ പടത്തിൻ്റെ സിനിമാറ്റോഗ്രാഫറാണ്. ആക്ച്വലി ദിസ് ഇസ് മൈ ഡെബ്യൂട്ട് ഫിലിം, ഫസ്റ്റ് ഫീച്ചർ ഫിലിം. താങ്ക്സ് ശ്യാമൻ ചേട്ടാ. ഒരു നീണ്ട ട്രാവൽ ഉണ്ടായിരുന്നു ശ്യാമൻ ചേട്ടൻ്റെ കൂടെ. മുമ്പും വർക്ക് ചെയ്തിട്ടുണ്ട്, ബട്ട് ദിസ് ഇസ് മൈ ഫസ്റ്റ് ഫീച്ചർ ഫിലിം. സോ താങ്ക് യു ആൾ, ആൻഡ് എല്ലാവരുടെയും ബ്ലെസ്സിങ്സും സപ്പോർട്ടും ഈ പടത്തിന് നിറഞ്ഞു വേണം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഡെൽ ജോൺസൺ. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഷാമർക്കയുടെ കൂടെ മ്യൂസിക്കിൻ്റെ വർക്കെല്ലാം ചെയ്യാനായിട്ട് അവസരം ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടാണ് അതിൻ്റെയൊക്കെ പിന്നിലുള്ളത്. ഭയങ്കര സപ്പോർട്ടീവാണ് ആൾ, കൂടെ നിൽക്കും. ഞാൻ ഭയങ്കര സ്ലോ ആണ്, എല്ലാ കാര്യത്തിലും സ്ലോ ആയിട്ടുള്ള ആളാണ്. പക്ഷേ ഷാമർക്ക് ഭയങ്കര ഫാസ്റ്റായിട്ട് ഓടുന്ന ആളാണ്. കുറേ കാര്യങ്ങൾ ജീവിതത്തിൽ എന്നെ പഠിപ്പിച്ചു. ഈ വർക്ക്, ഇത്രയും വലിയൊരു ഫിലിമിൻ്റെ വർക്ക്, ഇതെൻ്റെ ആദ്യത്തെ ഫിലിമാണ്. ഇത്രയും വർക്ക് ഒത്തിരി പാട്ടുകൾ ചെയ്തിട്ടുണ്ട്, കുറേ പാട്ടുകൾ ചെയ്തിട്ടുണ്ട്, മ്യൂസിക് ചെയ്തിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. ഞാൻ സിംഗറാണ്, കർണാട്ടിക് ഹിന്ദുസ്ഥാനിയാണ് പഠിച്ചത്. ചെന്നൈയിലെ ഓഡിയോ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണ് സ്റ്റീഫൻ്റെ അടുത്ത്. പക്ഷേ ഇതിന് എനിക്ക് സപ്പോർട്ട് കുറവായിരുന്നു. അപ്പം ഭയങ്കര മൈൻഡ് സപ്പോർട്ട് എനിക്ക് തന്നു. ഇങ്ങനെ ഒരു വലിയ ഫിലിമിൽ വർക്ക് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം ചോദിച്ചു, എനിക്ക് അങ്ങനെ ചെയ്യണോ, വേറെ നല്ലൊരാളെ കൊണ്ട് ചെയ്യിച്ചൂടെ? അതല്ല, ഞാൻ പറയും പോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ 5 പാട്ട് ഞങ്ങൾ സോങ്ങിലെ പ്രോഗ്രാമിങ്ങെല്ലാം സോങ് കമ്പോസിങ് ചെയ്തു, പിന്നെ പ്രോഗ്രാം ചെയ്യാനുണ്ട്. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. ഈ കട സ്നേഹത്തിനും ഒക്കെ നന്ദി. നമസ്കാരം, എൻ്റെ പേര് അനിൽ മാത്യു എന്നാണ്. ഞാനിതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറാണ്. ഷാമോനുമായിട്ടൊരു 10-25 വർഷത്തെ ബന്ധം, അത് ഞങ്ങൾ ഇതിൽ വീണ്ടും വീണ്ടും പുനരാരംഭിക്കുകയാണ് ഇവിടെ ഗ്യാപ്പിന് ശേഷം. താങ്ക് യു ഷാമോ. എൻ്റെ പേര് കാളക്സ് ലിയോഫിൽ, ഞാൻ സിനിമയുടെ പോസ്റ്റർ ഡിസൈനറാണ്. ഷാമോൻ ഈ അവസരം തന്നതിൽ വളരെയധികം നന്ദി. താങ്ക് യു. ഞാൻ ജോസഫ് നെല്ലിക്കൽ, പ്രൊഡക്ഷൻ ഡിസൈനറാണ്. ഷാമനോട്ട് കുറച്ച് നന്നായിട്ടുള്ള പരിചയമുണ്ട്. കഴിഞ്ഞ പടവും വർക്ക് ചെയ്യാൻ സാധിച്ചു. ഐ ഓൾറെഡി വർക്ക് വിത്ത് ഐ ഡോണ്ട് നോ ഹി ഈസ് ഓഫ് മീ. പുലിമുരുകൻ ഐ വർക്ക് വിത്ത് ഹിം. ഐ വാസ് ദ പ്രൊഡക്ഷൻ ഡിസൈനർ. സോ ഇത് എൻ്റെ 101ാമത്തെ സിനിമയാണ്. അപ്പോൾ ഷാമോൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. താങ്ക് യു. ചേച്ചി അങ്ങനെ ചേച്ചി മാത്രം മാറി നിൽക്കണ്ട, ഒരു 2 വാക്ക്. വീട്ടിലാണെങ്കിൽ ഇപ്പൊ കൊന്നേനെ. അപ്പൊ അതുകൊണ്ട് എല്ലാവരോടും നിറഞ്ഞ നന്ദി, മനസ്സ് നിറഞ്ഞ നന്ദി എല്ലാവരോടും പറയുന്നു. തുടർന്ന് ഉണ്ടാവണം, എല്ലാവരും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം, ഈ വവ്വാൽ ടീമിനോടൊപ്പം ഉണ്ടാവണം. നമ്മൾ ഇപ്പൊ ഇവിടെ നിന്ന് നമ്മൾ ടേക്ക് ഓഫ് ചെയ്യാണ്. ഇനി ലാൻഡ് ചെയ്തിട്ട് കാണാം, ഇതാണ് അവസ്ഥ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക്സ് ടു ഓൾ.